വയറ് നോക്ക്, ആ വയറിന്റെ ഭംഗി നോക്ക്, ആ വയറിൽ എന്ത് പൂരം, നല്ല അർമ്മയാണ് വയറ്, പുലികളി വയറ്. രാജൻ പല്ലൻ, രാജൻ പല്ലൻ, രാജപല്ലന്റെ ചിത്രമാണ്. രാജൻ പല്ലന്റെ ചിത്രം ഉണ്ടല്ലേ ബാക്കിൽ. ചേട്ടൻ തിരിഞ്ഞേ, വയറിന്റെ ചലനം, വയറിലാണ് രാജൻ പല്ലൻ ഇരുന്ന് കുലുങ്ങാണ് വയറില്. എന്തായാലും ആമാശയം നോക്കി അദ്ദേഹത്തിന് ചിത്രം വരപ്പിച്ചു വെച്ച് എന്തായാലും നന്നായി. തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിലുള്ള ദൃശ്യം അവിടെ നിങ്ങൾക്കറിയാം. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്മജ വേണുഗോപാൽ, അതുപോലെ രാജൻ പല്ലൻ UDF സ്ഥാനാർത്ഥി, അതുപോലെ ആലങ്കോട് ലീലാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി. അപ്പോൾ വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. എന്തായാലും ഈ മണ്ഡലത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ, പ്രവർത്തകർ ഈ കൊട്ടിക്കലാശം വലിയ വിജയമാക്കുവാൻ വേണ്ടി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ബലൂണുകളുടെ നിറം, ബലൂണുകളുടെ കളർ, ഈ കളറൊക്കെ പാർട്ടിയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രശംസിച്ച പാർട്ടിക്കാരനാണെന്ന് പ്രേക്ഷകർ പറയും. ഇതിനിടയിൽ പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് എന്റെ പാർട്ടി ഏതാണെന്ന്. എന്റെ പാർട്ടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജനങ്ങളുടെ പാർട്ടിയാണ് എന്റെ പാർട്ടി. അതെ അതെ അതെ. തൃശ്ശൂരിൽ പൂരത്തിന്റെ നാട്ടിൽ ആവേശം പകരുന്നു. അതെ, അവിടെ കുടവയറില്ലാതെ അരമണി കിലുങ്ങാതെ ഒരാവേശവും ഇല്ല. അപ്പൊ അരമണി കിലുക്കത്തിന്റെ ആവേശത്തിൽ അവിടെ ഒരു പുലിച്ചോട്ടം നിൽക്കുകയാണ്. ഗംഭീരമായ വയറാണ്. നമുക്കത് സാധാരണ കുടലിന്റെ ചിത്രമായി അവിടെ നിൽക്കുന്നു. അവിടെ കുടമാറ്റങ്ങൾ, അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ബാക്കി എല്ലാ സംവിധാനങ്ങളുമായി, എല്ലാവിധ പൊലിമയുമായി കേരളത്തിന്റെ തെരുവുകളിൽ കൊട്ടിക്കലാശം അതിന്റെ പരമാവധിയിലേക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ച, ഇത് കേരളത്തിന്റെ മാത്രം ജനാധിപത്യ കാഴ്ച. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനങ്ങളിൽ പോയാലും കാണാത്ത രീതിയിൽ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിലേക്കും ആബാലവൃദ്ധം തെരുവിലിറങ്ങി അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിന് വേണ്ടി നൃത്തം ചെയ്യുന്ന, അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിന് വേണ്ടി താളം ചവിട്ടുന്ന അപൂർവമായ മനോഹരമായ കാഴ്ച. ഇത് കേരളത്തിന്റെ മാത്രം കാഴ്ച. ഇനി 1.5 മണിക്കൂർ മാത്രം ബാക്കി. 4:30 ആവുന്ന സമയം, 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കി. 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും തൃശ്ശൂർ, അവിടെ തൃശ്ശൂർ ശ്രീജിത്ത് അവിടെ ശ്രീജിത്ത് എന്തൊരു ശ്രീജിത്ത്, എന്തെങ്കിലും പൂരല്ലേ? പൂരം പൊളിക്കൂ. ഈ പൂരത്തിന്റെ മഹോത്സവത്തിന് നടുവിൽ പെട്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാമറമാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്യൂ. തൃശ്ശൂർ എന്നുകൂടെ പ്രേക്ഷകരെ കാണട്ടെ. തൃശ്ശൂരിന്റെ ആകാശത്ത് വളരെ ആവേശം പകരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. പൊളി മൂടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ. പൂരത്തിന്റെ ആവേശമുണ്ട്. ഇപ്പോൾ നിയമമണ്ഡലത്തിലുള്ള കാഴ്ചയാണ് കാണുന്നത്. കൊട്ടിക്കയറുകയാണ്, ചെണ്ടയിൽ കൊട്ടിക്കയറുകയാണ് നിയമം. നിങ്ങൾക്കറിയാം, ത്രികോണ മത്സരം നടക്കുന്ന നിയമത്തിൽ നിന്നുള്ള കാഴ്ചയാണ് പൂരം. നിയമത്തേക്ക് വന്നിറങ്ങുന്നു പൂരം. അവിടെ ക്രെയിനിൽ ആരോ ഒരു പ്രവർത്തകർ നിൽക്കുകയാണ്. ആ ക്രെയിനിൽ പക്ഷേ സ്ഥാനാർത്ഥിക്ക് കയറാനുള്ള ക്രെയിനായിരിക്കണം. ആ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP സംസ്ഥാന അധ്യക്ഷനും സ്ഥാനാർത്ഥിയും ആ ക്രെയിനിൽ കയറി ആകാശത്തേക്ക് വരുമോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും അത് BJP ക്രെയിനാണെന്ന് തോന്നുന്നു. ഇടതുപക്ഷത്തിന്റെ കൊടികൾ, ചോരച്ചങ്കൊടി, ചേട്ടൻ വാ, കേറി വാ ചേട്ടാ. ആ ചേട്ടൻ പൊളി. ചേട്ടൻ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായി ചേട്ടൻ കൂൾ ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ജിൽജിൽ കളി. എനിക്ക് വളരെ ഇഷ്ടമായി ചേട്ടന്. അമ്മേ, ഇതടുത്ത് മെസ്സി തോരുന്നു. അടുത്ത ചേട്ടൻ, ആ ചേട്ടന് നല്ല പ്രായമുള്ള ചേട്ടനാണ്. പ്രായമുള്ള ചേട്ടൻ ഇതൊരു മുട്ടയാണല്ലോ. അതെ നല്ല മാർക്കറ്റുള്ള കാലമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് കുറെ അധികം മുട്ടകളെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇവിടെ ചെറുപ്പക്കാർ ഫീൽഡ് ഔട്ട് ആവുന്നു, ജെൻസികൾ ഫീൽഡ് ഔട്ട് ആവുന്നു. ഒരു 1940-60 മോഡൽ ചേട്ടന്മാർ വന്ന് ഈ പറയുന്ന കൊട്ടിക്കലാശം തൂക്കിയ കാഴ്ച. അസാധ്യമായ ഡാൻസുകൾ, അസാധ്യമായ താളബോധം, ഗംഭീരമായി കളിച്ച ചേട്ടന്മാരുടെ ഒരു കൊട്ടിക്കലാ ദിവസം കൂടിയാണ്. പ്രേക്ഷകരി കാണുന്നത് ഇതെവിടെയാണെന്ന് പറഞ്ഞുതരാമോ? പേരൂർക്കടയാണെന്ന് അറിയില്ല. എന്തായാലും പേരൂർക്കട നമ്മൾ 3 മണി മുതൽ നേമത്ത് വി ശിവൻകുട്ടിയുടെ ചിത്രമാല ടീഷർട്ട് ഇട്ട ജൻസിക്കുട്ടികൾ. ഇവിടെ രാജൻ പല്ലന്റെ വയറ്. എനിക്കും രാജൻ പല്ലൻ ഇരിക്കാൻ കിട്ടുന്ന സ്ഥലം കൊള്ളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.